Okay, welcome back. I hope net will be okay. Page Yes. number. Page 144. Okay, compare with, now see, I was asking you, how can we see the image in a mirror? എങ്ങനെയാണ് മിററിൽ കാണാൻ പറ്റുന്നത്? Vasudeva, can you sit properly? Don't lean like this way. Sit straightly. Okay. ഹലീമ എവിടെ പോയി? ഹലീമയുടെ ചെയർ മാത്രമേ ഉള്ളല്ലോ അവിടെ. ആ വന്നാ. ഓക്കെ ഓക്കെ, നമ്മുടെ ഇമേജ് കണ്ണാടിയിൽ എങ്ങനെയാ പതിയുന്നതെന്ന് പറഞ്ഞത്? കണ്ണാടി എപ്പോഴെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടോ നിങ്ങള്? പൊട്ടിയ മിറർ പീസസ്, ബ്രോക്കൺ പീസസ്. ഓക്കെ, ഇഷ്ടം പോലെ. ഓക്കെ, ഹാവ് യു സീൻ എനിത്തിങ് അറ്റ് ബാക്ക് സൈഡ് ഓഫ് ദ മിറർ ഗ്ലാസ്? ഒന്നും കണ്ടിട്ടില്ല അല്ലേ? ഇല്ല അല്ലേ? ഒരു ബ്ലാക്ക് കളർ പെയിന്റ് ഓക്കെ ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി മിററിന്റെ നമ്മൾ കാണുന്ന ആ ഭാഗം എന്ന് പറയുന്നത് ശരിക്കും സാധാരണ നമ്മുടെ ഗ്ലാസ്സുകളാണ്. അതായത് വിൻഡോസിനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള അതിന്റെ ലൈറ്റ് ആയിട്ടുള്ള തരം ഗ്ലാസ്സുകൾ തന്നെയാണ്, സാധാ ഗ്ലാസ്. പക്ഷേ അതിന്റെ ബാക്കിൽ ഒരു കോട്ടിംഗ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഷാഡോ ആയിട്ട്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അതിന് തടസ്സമായിട്ട് അതിന്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇമേജ്, അതായത് നമ്മുടെ ഷാഡോ അതിൽ നിന്ന് പുറത്തു പോകാതെ അവിടെ തന്നെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലൈറ്റ് പുറത്തോട്ട് പോകും അല്ലെ? പക്ഷെ ഈ ഓരോ നിങ്ങളുടെ ബ്രോക്കൺ പീസസ് ഓഫ് എ മിറർ, ഇഫ് യു സീ, യു ക്യാൻ സീ അറ്റ് ദ ബാക്ക് സൈഡ് സം സിൽവർ കോട്ടിംഗ് ആൻഡ് ഓൾ. അതിന്റെ പുറകിൽ ഒരു കോട്ടിംഗ് ഉണ്ടാകും. ഒന്നെങ്കിൽ സിൽവർ കളർ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി, പിന്നെ ചിലതിനൊക്കെ റെഡ് കളർ, അങ്ങനെ ഏതെങ്കിലും ഒരു കളറിൽ പെയിന്റ് അടിച്ചിട്ടുണ്ട് ബാക്കിൽ. എന്താണെന്ന് വെച്ചാൽ അതിന്റെ ബാക്കിൽ നിന്ന് പ്ലെയിൻ ഗ്ലാസ് അല്ല, അതിന്റെ ലൈറ്റ് കടന്നു പോകും. അതുകൊണ്ട് അതിന്റെ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു കോട്ടിങ്, ആ കോട്ടിങ് അപ്പൊ അതിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ക്ലിയർ ഇമേജ് വി ക്യാൻ സീ ഇൻ ദ മിറർ. ഓക്കെ, compare it with your shadow formed due to the sun. What are the differences between the two? Means if I look in the mirror, I can see my image in the mirror, and if I go outside, I can see my shadow also, both. I can see my figure in the mirror and I can see my shadow in outside formed by the due to the sun rays. Okay, അപ്പോൾ ഈ രണ്ടിലും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന്, ഒന്നെന്റെ ഈ കറക്റ്റ് ആയിട്ടുള്ള ഇമേജ് വിച്ച് ഐ സീ ഇൻ ദ മിറർ, നെക്സ്റ്റ് വൺ ഈസ് മൈ ഷാഡോ. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദിസ് ബോത്ത്? ക്യാൻ എനിബഡി സേ? കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇമേജും നമ്മുടെ മിററിലെ നമ്മുടെ ഷാഡോയും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞോ ഹെവൻ. ഷാഡോ മാത്രമേ കാണത്തുള്ളൂ, ബ്ലാക്ക് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ വെരി ഗുഡ്, വെരി ഗുഡ്. പ്രിന്റ് എടുത്ത് വെച്ചേക്കുന്ന പോലെ ആയിരിക്കും. വെരി ഗുഡ്. നമ്മളെ പ്രിന്റ് എടുത്ത് വെച്ചേക്കുന്ന പോലെയാണ് നമ്മൾ കണ്ണാടി കാണുന്നത്. പക്ഷെ ഷാഡോയിൽ ബ്ലാക്ക് ആയിരിക്കും, കരിക്കട്ട പോലെ, നിഗ്രോയിനെ പോലെ അല്ലേ? ഓക്കെ, അത് അഗ്രി ചെയ്തു. നെക്സ്റ്റ്, എനി അതർ പോയിന്റ്സ്? ജസ്റ്റ് ടുഡേ യു ആർ നോട്ട് അറ്റ് ഓൾ ആക്റ്റീവ്. You're simply sitting like a lazy boy. What happened today? Then you say the second one, second difference. അത് റിഫ്ലക്ട് ചെയ്യും. കണ്ണാടിയിൽ കാണുന്ന നമ്മുടെ ഇമേജും അത് തന്നെയാണല്ലോ നമ്മൾ ഷാഡോ എന്ന് പറയുന്നത്. നമ്മുടെ സൺലൈറ്റ് മൂലം ഉണ്ടാകുന്ന നമ്മുടെ ഷാഡോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഷേപ്പ് മാത്രമേ ഷാഡോയിൽ കാണുള്ളൂ. നമ്മുടെ കണ്ണാടിയിൽ നമ്മൾ എങ്ങനെയാണ് അതേപോലെ തന്നെ കണ്ണാടി. അത് തന്നെയാണ് ഇപ്പൊ ഹെവൻ പറഞ്ഞത്. എനി അതർ പോയിന്റ് ഐ ആം ആസ്കിങ്? വാട്ട് അബൌട്ട് ദ സൈസ്? കാര്യത്തിലുണ്ട് കളറില്ലേ ഷാഡോയ്ക്ക്? Colorful, it will be colorful. Okay, very good. Shadow will not be colorful, only black color it will be, and the mirror, in the mirror we can see the same color. Okay, that aduthaയിട്ട് ബന്ധപ്പെട്ട് വരുന്ന. Next, second point, what about the size? Yes, Heaven, you are ready to answer, please answer. ഓരോ സണ്ണ് മൂവ് ചെയ്യുന്ന കൂട്ട് തന്നെ നമ്മൾ ഷാഡോയും മൂവ് ചെയ്യും. Yes, ഷാഡോ മൂവ് ചെയ്യും.
ചെറുതായിരിക്കും. മാറി മാറിപ്പോ സൈസു. Size of the shadow will be changed as the position of the light. നമ്മുടെ ലൈറ്റിന്റെ പൊസിഷൻ അനുസരിച്ച് നമ്മുടെ ഷാഡോയുടെ സൈസ് ഓൾസോ വിൽ ബി ഡിഫറെന്റ്. We know that early morning and evening the shadow will be very lengthy because the sunrise falls slantly, and at noon the shadow will be small because the sunrise falls vertically. So okay, first one is the shadow is black while the image is of the same color as the object. Second point is shadow is similar in shape to the object but shows no other details about the object. We know that ഷാഡോ ഈസ് നമ്മുടെ ഷാഡോ എന്ന് പറയുന്നത് നമ്മുടെ ആ ഫിഗറിന്റെ അതേ ഇത് തന്നെയാണ്, ശരിയാണ്. ബട്ട് നോ അതർ ഡീറ്റെയിൽസ് വി ക്യാൻ സീ ഇൻ ദ ഷാഡോ. അതായത് ഇപ്പോൾ നിങ്ങളുടെ കളർഫുൾ ഡ്രസ് ഇട്ടിരിക്കുന്ന ആൾക്കാർ ആതിരയുടെ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആതിരയുടെ ഉടുപ്പിൽ ആതിര ഇങ്ങനെ മുടി മുന്നോട്ടിട്ടിരിക്കുന്നു, ആതിരയുടെ ഉടുപ്പിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, ആതിര കണ്ണാടിയിൽ പോയി നോക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ആതിരയുടെ ഷാഡോയില് മൊത്തത്തിലൊരു കറുത്ത ഐറ്റം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഉടുപ്പിൽ ഇങ്ങനെ പൂക്കളുണ്ട്, കായുണ്ട്, അതൊന്നും കാണാൻ പറ്റത്തില്ല. നോ അതർ ഡീറ്റെയിൽ. ഇൻ സി അഫ്രോസിന്റെ ഉടുപ്പിലാണെങ്കിൽ എന്തൊക്കെയോ വരകളൊക്കെ ഉണ്ട്, ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് മിസ്സിന്. അപ്പൊ നമ്മള് മിററിൽ നോക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ബട്ട് ഇൻ ഷാഡോ നമുക്ക് ആ ഉടുപ്പിലുള്ള പ്രിന്റിങ്ങോ അങ്ങനത്തെ ഒന്നും കാണാൻ മനസ്സിലാക്കാൻ പറ്റത്തില്ല. നോ അതർ ഡീറ്റെയിൽ വിൽ ബി ഗോഡ് ഇൻ ഷാഡോസ്. ബട്ട് an image is not only of the same shape as the object but has all the details that the object has. ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിലും നമ്മുടെ ഡ്രസ്സില് കളറ്, പ്രിന്റ്, പൂക്കളും കായ്കളും അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ എഴുതിയിരിക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും ഫോട്ടോസൊക്കെ പലരുടെയും ഉടുപ്പിലൊക്കെ കാണാമല്ലോ, നെയ്മറിന്റെയും പിന്നെ എന്താ പറയുക മറഡോണയുടെ ഒക്കെ ചിത്രമൊക്കെ കാണാം അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് മിററിൽ നോക്കുമ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ബട്ട് ഇൻ ഷാഡോ വി കനോട്ട് സീ ദാറ്റ് അറ്റ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് വൺ why are the and the size also. Size ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, സൈസ് ഓൾസോ നമ്മുടെ മിററിൽ നമ്മളുടെ എക്സാക്ട്ലി നമ്മുടെ ഫിഗറിന്റെ അതേ സെയിം സൈസ് തന്നെയായിരിക്കും. ബട്ട് ഇൻ ഷാഡോ ദർ വിൽ ബി ഡിഫറെന്റ്. Some will be lengthy, some will be very small one. Why are there difference between a shadow and image? A shadow, as we know, is formed when light from a source is obstructed by an opaque object. We know that shadow is formed from the light. ഈ ലൈറ്റ് അത് ഡിസ്റ്റർബ്ഡ് ആവുമ്പോൾ അല്ലെങ്കിൽ അത് എന്താ പറയുന്നത് ഫോംഡ് വെൻ ആൻ സോഴ്സ് ഈസ് ഒബ്സ്ട്രാക്റ്റഡ് ബൈ ആൻ ഒപാക് ഇമേജ്. ഒരു പ്രകാശം കടത്തിവിടാത്ത വസ്തു തടസ്സമായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ഷാഡോ ഉണ്ടാകുന്നതെന്നറിയാം. ബട്ട് എ ഷാഡോ ഈസ് ദ ഏരിയ വെയർ നോ ലൈറ്റ് ഫോൾസ്. ഷാഡോയില് ലൈറ്റ് വീഴുന്നില്ല അല്ലെ? അതുകൊണ്ടാണല്ലോ അതിന്റെ ബാക്ക് സൈഡിൽ അതേപോലെ ഇമേജ് നമ്മൾ കാണുന്നത്. Therefore it is black. The image of an object is formed in different way. An image, say by a plane mirror, is formed when light from the object reaches our eyes after reflecting from the plane mirror. Okay, how if shadow or image is found in a mirror? First the light will fall on the mirror. ആദ്യം മിററിൽ വെളിച്ചം വരും, അത് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഇമേജ് അവിടെ വരുന്നത്. മറ്റൊരുത്ത് നേരെ തിരിച്ചാ, വെളിച്ചം പോകാൻ പറ്റാതെ വരുമ്പോൾ ഇമേജ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഷാഡോ ഉണ്ടാകുന്നു. ബട്ട് ഇൻ മിറർ ഫസ്റ്റ് ദ ലൈറ്റ് വിൽ ഫോൾ ഓൺ ദി മിറർ ആൻഡ് ദെൻ ഇറ്റ് വിൽ റിഫ്ലക്ട് ഓൺ അവർ ഐസ്. നമ്മുടെ കണ്ണിലേക്ക് പതിയും, അപ്പോൾ നമുക്ക് അവിടെ അതേപോലെ കാണാൻ പറ്റും. Since light from the object actually falls on our eyes, we can see all the details of the object from the image. Because first light falls on the mirror. മിററിലാണ് ലൈറ്റ് വീഴുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചിത്രത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് മിററിൽ കാണാൻ പറ്റും. എന്താ എനിക്കിപ്പോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മുടെ ജസ്റ്റ് അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് ഇങ്ങനെ 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 പിടിച്ചോണ്ടിരിക്കുന്നത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഷാഡോയിലാണെങ്കിൽ ആ വ്യത്യാസം ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല അല്ലേ? പിന്നെ എന്താ പറയുന്ന അഫ്രോസിന്റെ ഉടുപ്പിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. പീന്നോ എന്തുകൊണ്ടാ അത് എഴുതിയേക്കുന്നത്? വാട്ട് ഈസ് ദാറ്റ്? അഫ്രോസ് ഒന്ന് നോക്കി വായിച്ചേ, ഉടുപ്പിൽ എന്താ എഴുതിയേക്കുന്നതെന്ന്.
ഫിറോസിന് നെറ്റ് പ്രോബ്ലം തോന്നുന്നു, കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ. സിൻസ് ദ ലൈറ്റ് ഫോൾസ് ഓൺ ദി മിറർ. ആ കേൾക്കുന്നുണ്ടോ? എന്നാ വായിച്ച ഉടുപ്പൽ എന്ത് പി ആണോ ഡി ആണോ അത് ആൽബർട്ട്? അത് ചിത്രമാണോ? അതൊരു മനുഷ്യന്റെ പടം പോലെ, രണ്ടുമൂന്ന് പടം പോലെ തോന്നുന്നു. അതിന് മുകളിൽ എന്താ എഴുതിയേക്കുന്നത്? മൊണാസ്റ്ററോ? മൊണാസ്റ്റർ. യെസ്. കേൾക്കുന്നില്ല മോനെ പറയുന്നേ? ലീവ് ഇറ്റ്. കേൾക്കുന്നില്ല മുത്തേ? മിസ്സിന് കേൾക്കുന്നില്ല മോൻ പറയുന്നേ? മൊണാസ്റ്റർ എന്നാണ് തോന്നുന്നു ഉടുപ്പൽ എഴുതിയേക്കുന്നത്. മിസ്സിന് അങ്ങനെയാണ് ഇവിടെ തോന്നുന്നത് കണ്ടിട്ട്. ഓക്കെ. Since light from the object actually falls on our eyes, we can see all the details of the object in the image. അപ്പം ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് വീണിട്ട് നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്നുണ്ട്, നമുക്ക് അതിലെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. നെക്സ്റ്റ്, പിൻ ഹോൾ ക്യാമറ. ഹാവ് യു സീൻ എ പിൻ ഹോൾ ക്യാമറ? ഇല്ല അല്ലേ? കേൾക്കുന്നുണ്ടോ? ആരെ അനങ്ങാത്തോണ്ട് മുമ്പത്തെ പോലെ സ്റ്റക്കായി പോയോന്ന് അറിയാൻ വേണ്ട. മേക്ക് യുവർ ഓൺ ക്യാമറ. നമ്മളോട് ഒരു ക്യാമറ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് ടേക്ക് എ ടിൻ. ഞാൻ ഇവിടെ വീഡിയോ ഷെയർ ചെയ്യാം. പോയോ? Good grammar and spelling are important, but if you want to write essays that inspire, കാണിക്കാം. ഷെയർ ചെയ്തില്ല. How to make a pinhole camera? കാർഡ്ബോർഡ് എടുക്കുന്നു, കറുത്ത ഒരു പേപ്പർ എടുക്കുന്നു, കാർഡ്ബോർഡില്ല കറുത്ത പേപ്പർ, ബ്ലാക്ക് പേപ്പർ, ആൻഡ് കട്ടിങ് ഇൻറ്റു 3 പീസസ്. ഫൈവ് സെന്റിമീറ്റർ ആയിട്ട് കട്ട് ചെയ്യുന്നു. പിന്നെ ബാക്കി വരുന്നത് ഇടുന്നു. ബ്ലാക്ക്.
അത് ബ്ലാക്ക് കളറിലെ പേപ്പറും കൊണ്ട് അടച്ചു. ആ ഒരു സൈഡില് വൈറ്റ് പേപ്പർ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അല്ലേ? ഇതിന്റെ നടുക്കൊരു ഹോൾ ഉണ്ടാക്കിയാണ്. ഏതാ വൈറ്റ് ഒട്ടിച്ചതിന്റെ ഓപ്പോസിറ്റ് സൈഡില്. ആ ഹോളിൽ കൂടെ നോക്കുമ്പോ നമുക്ക് ഉള്ളിലുള്ളത് ആ ഹോളിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ആ ഉള്ളില് ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചിട്ടില്ലായിരുന്നോ? അതിലൂടെ വരും. ഇവിടെ നോക്കാം. ടേക്ക് എ തിൻ ഓർ cardboard box with one side open and the other side closed. Cover the open side with a tracing paper using rubber bands and tape. This forms your screen. Make a hole at the center of the side opposite to the screen and paste a black paper over this hole. Use a sharp pin to make a small hole in the paper. The hole allows light to come in. ഇപ്പൊ നമ്മൾ കണ്ടത് തന്നെ എന്ന് വെച്ചാൽ ഒരു സൈഡില് നമ്മൾ മൊത്തം അടയ്ക്കുന്ന ഒരു സാധാരണ കാർഡ്ബോർഡിന്റെ ഇതെടുത്തിട്ട് ഒരു സൈഡ് ഇപ്പൊ നമ്മൾ അവര് ബ്ലാക്ക് പേപ്പറും കൊണ്ട് മൊത്തത്തിൽ ഉണ്ടാക്കി. അതർവൈസ് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കബോർഡുകൾ എടുക്കാൻ പറ്റും. കാർഡ്ബോർഡ്സ് എടുത്തിട്ട് അതില് നമുക്ക് പിന്നെ പേപ്പർ ഒട്ടിച്ചു. മറ്റേ സൈഡിൽ നമ്മൾ വേറെ പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ട് പിന്നെ ഒരെണ്ണം വൈറ്റ് കളറിലെ പേപ്പർ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് ഒരു ഹോൾ ഉണ്ടാക്കുക. എന്നിട്ട് ലൈറ്റ് കടത്തി വിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളിപ്പോ ആ മെഴുകുതിരിയുടെ ലൈറ്റ് കണ്ടു അല്ലെ അതിന്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ ഇവിടെ ഒരു ട്രീയുടെ ഇമേജ് നേരെ ആ ഹോളിൽ കൂടെ അതിന്റെ ഉള്ളിലുള്ള വൈറ്റ് പേപ്പറിലേക്ക് കടന്നു പോകുന്നത്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അവിടെ നോക്കിയാൽ പേജ് 145 ഫിഗർ നോക്കിയ ഫസ്റ്റ് ഫിഗർ ആ ട്രീയുടെ ഇമേജ് ആ ഹോളിൽ കൂടെ വന്ന് താഴോട്ട് പതിക്കും. മേളിലുള്ളത് ഡൗൺ പാർട്ടിലേക്കും. ഡൗൺ പാർട്ട് വിൽ ഫോളോ ആണ് അപ്പ് പോർഷൻ ഇൻ ദ കാർഡ്ബോർഡ്. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞ തലയും കുത്തിയായിട്ടാണ് കാണുന്നത്. നിങ്ങൾ മിററിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഇമേജ് ഓൾവേസ് വിൽ ഫോൾ ഓപ്പോസിറ്റ് സൈഡ്. ഇഫ് ഇറ്റ് ഇസ് എ റൈറ്റ് സൈഡ്, നിങ്ങൾ കണ്ണാടിയിൽ എപ്പോഴും നോക്കിയിട്ടുണ്ട് നിങ്ങളുടെ വലത് കൈ ഒന്ന് ഉയർത്തിക്കേ. അപ്പൊ കണ്ണാടിയിലുള്ള ഇമേജ് ഏത് കൈ ആയിരിക്കും ഉയർത്തുന്നത്? മുടി ചെയ്യുമ്പോ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? അപ്പം റൈറ്റ് സൈഡ്, വെൻ യു റേസ് യുവർ റൈറ്റ് ഹാൻഡ്, ദ ഇമേജ് ഇൻ ദ മിറർ വിൽ ബി ലിഫ്റ്റിംഗ് ലെഫ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലാന്ന് വെച്ചാൽ വി ആർ ഫേസിങ് ദാറ്റ് സൈഡ്. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അങ്ങോട്ടാണ്. പക്ഷെ ആ ഫിഗർ എങ്ങനെയാണ്? നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ സൈഡിലേക്കാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് വരേണ്ടത് അല്ലേ? പ്രത്യേകിച്ച് എന്തോ എഴുതിയാലൊന്നും മനസ്സിലാവൂല അല്ലെ? നേരെ ഓപ്പോസിറ്റ്. അപ്പൊ നമ്മൾ ചിലപ്പം ഇങ്ങനെ ഈ പുസ്തകം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഇതിനകത്തുനിന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇത് ക്യാമറ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ എല്ലാം വായിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇവിടെ നോക്കിയപ്പോ എന്റെ ഈ ക്യാമറയിൽ വന്നിരിക്കുന്നത് എനിക്ക് നേരെ ഒന്നും വായിക്കാൻ പറ്റാത്തതാ. നേരെ ഓപ്പോസിറ്റ് ആണ്. നീ മോന് ജസ്റ്റസ് ആദ്യം പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അവളെ കണ്ണാടിയിൽ നോക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് ഇവിടെ ക്യാമറയിൽ വരുന്നത്. പക്ഷെ ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നേരെ ക്ലിയർ ആയിട്ട് തന്നെ വരും. ഓക്കെ, ഞാനിപ്പോ വെച്ച് നോക്കിയപ്പോ ഇപ്പോഴും എനിക്ക് അങ്ങനെ തോന്നുന്നു. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇപ്പൊ ആതിര കാണിക്കുന്നത് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആതിരയ്ക്ക് അത് ക്യാമറയിൽ അത് വായിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാണുന്നത്. ഓക്കെ, യു വിൽ ആക്ച്വലി സീ ഇമേജ് ഓഫ് ട്രീസ് ഓർ പീപ്പിൾ ഔട്ട്സൈഡ് ഓൺ ദി tracing paper screen.
However, all images will be inverted. നിങ്ങൾ ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ നിങ്ങളുടെ വീട്ടിൽ കണ്ടിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും അത്? തലയും കുത്തി അല്ലേ? ജസ്റ്റ് അത് വെള്ളം മൂവ്മെന്റ് ഉണ്ടെങ്കിലാണ് അങ്ങനെ വരുന്നത്. അതർവൈസ് ഇഫ് ദ വാട്ടർ ഈസ് ഇൻ മോഷൻലെസ് പീരിയഡ്, അതായത് അനക്കമില്ലാതെ കിടക്കുന്നതാണെന്നൊരിൽ, പിന്നെ മോഷൻലെസ് സ്റ്റേജിലുള്ളതിലാണെന്നൊരു നമ്മുടെ ഇമേജ് നമുക്ക് ഓപ്പോസിറ്റ്, അതായത് തല തിരിച്ചായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ അവിടെയും ഇതേപോലത്തെ പോളിസിയാണ് വരുന്നത്. However, all images will be inverted. A light ray from the top of a tree A falls on the screen at C after passing through the pinhole 0. A ray from the bottom B falls at D. Similarly, rays of the light from each point on the tree fall on the screen after passing through the pinhole. അതായത് ഇപ്പൊ നമ്മുടെ പിൻ ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പിൻ ഹോൾ ക്യാമറയിലെ പിൻ ഹോൾസ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ട്രീയുടെ മേളിലുള്ള റേസ് നേരെ ഇങ്ങനെ വരികയും താഴെ ഭാഗത്തോളം നേരെ മേളിലോട്ടും പോകും. അതുകൊണ്ടാണ് ഈ ഓപ്പോസിറ്റ്, അതായത് തലയെ കുത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഒരു പൂച്ച നടക്കുന്നതായിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞാൽ അത് ഭിത്തിയെ കൂടെ നടക്കുന്ന പോലെ നമുക്ക് തോന്നും. അത് നിലത്ത് നടക്കുന്നത് ഭിത്തിയെ കൂടെ ചവിട്ടിങ്ങനെ നടക്കുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ, നിങ്ങൾ സിനിമയിലെ കണ്ടിട്ടുണ്ടല്ലേ ഈ യക്ഷിയൊക്കെ നടക്കുന്നത് ഇങ്ങനെ കാണിക്കാറില്ലേ? ഇതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് അവർ നമ്മളെ കാണിക്കുന്നത്. കാല് മേളിലോട്ട് കുത്തിയിട്ട് നടക്കുന്നതായിട്ടും അങ്ങനെയൊക്കെ കാണിക്കല്ലേ, ചുമ്മാ ഹൊറർ ഫിലിംസിലൊക്കെ വിത്തേക്കടെ ചവിട്ടിക്ക് നടക്കുന്ന പോലെയൊക്കെ. അപ്പൊ അതൊക്കെ ഇങ്ങനത്തെ ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് അവര് ചെയ്യുന്നത്. A light ray from the top of a tree falls on the screen at C after passing through the pinhole A. പിൻഹോൾ 0 ആണ് അവിടെ തന്നിരിക്കുന്നത്. അതിലെ കൂടെ കടന്നിട്ട് താഴെ സിയിൽ എത്തുമ്പോഴത്തേക്ക് മേൽഭാഗം താഴത്തെ സിയിൽ എത്തുന്നു. ഇനി പിക്ചറിലെ നമ്മുടെ ഇമേജിലുള്ള ഡി, അതായത് ബി, അതായത് ട്രീയുടെ ബോട്ടം പാർട്ട് റൂട്ടൊക്കെ വരുന്ന ഭാഗത്തെ അവിടെ നിന്നുള്ള ഒരെണ്ണം ഈ ക്യാമറയുടെ പിൻഹോളിൽ കൂടെ പോയിട്ട് നേരെ ഡി എന്നുള്ള പോയിന്റിലേക്ക് ചെന്ന് പതിക്കുന്നു. അതുകൊണ്ടാണ് തല കുത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, if you replace the tracing paper screen with a photographic film, you can in principle take a photograph of the tree. However, a number of precautions will have to be observed, and even then the photograph will be very hazy. പക്ഷെ ഇവിടെയും ക്ലിയർ ആയിരിക്കില്ല. നമുക്ക് ചിത്രം എടുക്കണം എന്ന് വെച്ചാൽ, ഫോട്ടോ എടുക്കണം എന്ന് വെച്ചാൽ ക്ലിയർ ആയിരിക്കില്ല. Notice that the pinhole camera forms an image on a screen in a plane mirror. However, the image is found within the mirror and not on the screen. സ്ക്രീനിലല്ല, അതിന്റെ ഉള്ളിൽ തന്നെയാണ് പതിയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച്. നെക്സ്റ്റ് നമ്മൾ ഇനി ഒരു പീരീഡ് കൂടി ഇല്ല, പീരീഡ് നമുക്ക് ബാക്കി എടുത്ത് തീർക്കാം കേട്ടോ. ടൈം കഴിയാനായി. only 1 more minute is left. ലാസ്റ്റ് പീരീഡ് ഇല്ലേ ഇന്ന്? ഇന്ന് ട്യൂസ്ഡേ അല്ലേ? ട്യൂസ്ഡേ ലാസ്റ്റ് പീരീഡ് സയൻസ് അല്ലേ? മാത്സാ? ആണോ? ഓക്കെ, ബൈ.